നമസ്കാരം. പതിരും കതിരും. വഴിയേ പോയ സുന്ദരിയെ തിരിഞ്ഞു നോക്കിയ ഒരുത്തൻ്റെ കഴുത്തുളുക്കി പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു, ഇപ്പോൾ സുന്ദരിയെ പോയിട്ട് സ്വന്തം നിഴല് പോലും കാണണമെങ്കിൽ ശരീരം മൊത്തമായി തിരിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ശരീരം മൊത്തമായി തിരിച്ചാൽ സ്വന്തം നിഴല് പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഒരു മുൻ മന്ത്രി പത്തനംതിട്ടയിൽ. സത്യത്തിൽ വീട്ടിലിരിപ്പ് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, മക്കളെ പരിപാലിക്കാൻ നേരമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബഹുമാന്യയായ വീണ ജോർജ്. സംസ്ഥാനത്ത് ഭയങ്കരമായി മയക്കുമരുന്ന് ഒഴുകുകയാണെന്നും അതിനെല്ലാം കാരണക്കാരൻ വി.ഡി. സതീശനാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. മയക്കുമരുന്ന് ലോബിയും ശൃംഖലയുമായി ബന്ധപ്പെട്ട വലിയ വിഷയമാണ് മുഖ്യമന്ത്രിയുമായി ചേർത്ത് അദ്ദേഹം പറയുന്നത്. സതീശൻ നിരന്തരം നുണകളാണ് പറയുന്നത് അത്രേ. പക്ഷേ ഈ വിഷയത്തിൽ പറയുന്ന നുണ വളരെ ഗുരുതരമാണ്. ഈ പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നുണയെന്ന് പറയുമ്പോൾ തന്നെ നാണം തോന്നുന്ന ഒരാളാണ്. രാഷ്ട്രീയ സത്യസന്ധത എന്താണെന്ന് വീണ ജോർജിൽ നിന്നും നമ്മൾ കണ്ടുപഠിക്കണം. അല്ല വീണ ജോർജെ, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും ഇവിടുത്തെ മയക്കുമരുന്ന് ശൃംഖലയെ പൂട്ടാൻ നിങ്ങൾക്കപ്പോൾ കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ 3 മാസം കൊണ്ട് ഈ സംസ്ഥാനത്ത് പിടിച്ച മയക്കുമരുന്നുകൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? സ്വന്തം മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഒരമ്മ വന്ന് കരഞ്ഞത് ഓർക്കുന്നില്ലേ? അവർ നിയമസഭയിൽ വരെ സ്വന്തം മകന് വേണ്ടി വാദിച്ചു. അങ്ങനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി. പിള്ളേരായാൽ അങ്ങനെയാണ്, പുകയൊക്കെ എടുക്കുമെന്നാണ് അന്നത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആശ്വസിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിഞ്ഞുള്ള മയക്കുമരുന്ന് ഇടപാടാണെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. സാധാരണ CPM-ൻ്റെയോ DYFIയുടെയോ SFIയുടെയോ ഒരു നേതാവിനെ ഇതുപോലെയുള്ള കൊള്ളുവില്ലാഴിയേക്ക് പിടികൂടിയാൽ ഉടൻ തന്നെ പറയും പാർട്ടിക്കതുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയിട്ട് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളോ മന്ത്രിമാരോ KPCC നേതൃത്വമോ സാധാരണ അനുഭാവികളോ അയാളെ അനുകൂലിച്ച് എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതായി നിങ്ങൾ കാണിക്കാമോ? മുഖ്യമന്ത്രിക്ക് തൽക്കാലം സൈബർ ഗുണ്ടകളുടെ ആവശ്യമില്ല. അയാൾക്ക് വേണ്ടി നേരുള്ള മനുഷ്യരാണ് സൈബർ പോരാളികളായി പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ നിഷ്കരണം നിയമത്തിന് വിട്ടുകൊടുത്തത് കയ്യടിയോടെയാണ് ജനം കാണുന്നത്. സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ നിരന്തരം പൊറുതിയായിരുന്നിട്ടും അനക്കറിയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും പിണറായി പറഞ്ഞത് അനക്കറിയില്ല എന്നാണ്. ആ കള്ളനോടൊപ്പം നാടുനീളെ പോയി സർവാണി സദ്യ കൊണ്ട് നടന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും എനക്കയാളെ അറിയില്ല എന്നായിരുന്നു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം ചോദിക്കുമ്പോൾ വി.ഡി. സതീശൻ ഉരുണ്ട് കളിക്കുമെന്നും അനക്കയാളെ അറിയില്ല, ആയിരക്കണക്കിന് ആളുകൾ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറയുമെന്നാണ് മാപ്രകൾ ധരിച്ചത്. എന്നാൽ തനിക്ക് അയാളുമായി ബന്ധമുണ്ടായിരുന്നെന്നും പരിചയമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു. അതും പോരാഞ്ഞ് ഞാൻ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും പറഞ്ഞു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് ലാത്തിചാർജ് നടത്തിയതിനെ തുടർന്നാണ് ഞാൻ അയാളെ ഫോണിൽ വിളിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനു മുമ്പ് പരിചയമില്ല എന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ ഈ കർക്കടക മാസത്തിൽ ആശയപരമായ വലിയ പട്ടിണിയിലാണ് CPM. ഇപ്പോൾ വീണ ജോർജ് വെല്ലുവിളിക്കുകയാണ്. മെറ്റയെ കൊണ്ട് പറയിപ്പിക്കാമോ? സതീശൻ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വാർത്തകൾ നീക്കം ചെയ്യുന്നത് എന്നാണ്. ഈ ലോകം മുഴുവൻ വളഞ്ഞുകുത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ എന്താ മെറ്റ കേൾക്കില്ലേ? എങ്കിൽ വീണയോട് ഒരു വെല്ലുവിളി നടത്തട്ടെ. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കണ്ണൂരിൽ വെച്ച് ആ കഴുത്തുളുക്ക് കള്ളനാടകം ആടിയത്? ആ സത്യം തുറന്നു പറയാൻ മെറ്റയുടെ സപ്പോർട്ടോ വിശദീകരണമോ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നേതാവിനെ പറ്റിയോ രാജ്യത്തെ പറ്റിയോ നുണകൾ പറഞ്ഞ് കാർഡുകൾ പ്രചരിപ്പിച്ചാൽ മെറ്റ AI സംവിധാനത്തിലൂടെ യാഥാർത്ഥ്യം പരിശോധിക്കും. നിങ്ങൾ നിരന്തരം വി.ഡി. സതീശനെ നുണയനെന്ന് പറഞ്ഞ് കാർഡുകൾ പ്രചരിപ്പിക്കുമ്പോൾ മെറ്റ ആ സംവിധാനത്തിലൂടെ ഒരു അന്വേഷണം നടത്തും. അത് CPM-ൻ്റെ നുണക്കോട്ടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഡുകളാണെന്ന് അവർ കണ്ടെത്തും. എടുത്ത് തോട്ടിലെറിയുകയും ചെയ്യും. വീട്ടിലിരിക്കുന്ന വീണ ജോർജിനെ പോയി കണ്ട് അഭിമുഖം എടുത്തത് മരക്കുറ്റിക്കാരൻ്റെ ചാനലാണ്. ആഹാ, എത്ര ഉദാത്തവും സത്യസന്ധവും ധർമ്മനിഷ്ഠ മാത്രം പുലരുന്നതുമായ ഒരു ചാനലാണത്. വേറെ ഒരു ചാനലുകാർക്കും വീണ ജോർജിൻ്റെ ബൈറ്റുകൾ വേണ്ട. ED അന്വേഷണം പ്രഖ്യാപിക്കുകയും
മരമുറിക്കാരൻ അകത്തു പോവുകയും ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു പദവി ഏറ്റെടുക്കണം വീണ ജോർജ്. വീണ വി.ഡി. സതീശൻ്റെ പിന്നാലെ നടന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. സതീശൻ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞു പോയാൽ ഉടൻ വീണ ചാടി എഴുന്നേറ്റ് ചിലപ്പായിരിക്കും. ഒന്നാലോചിച്ച് നോക്കൂ. 10 വർഷം നിരന്തരമായി ജനപ്രതിനിധിയായിട്ടിരുന്നിട്ടും ഒരു നാടിൻ്റെ വിശ്വാസമാർജിക്കാൻ ഇവർക്ക് കഴിയാതെ പോയി. എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വീണ ജോർജിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്? സതീശൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു. വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ കുമ്പഴയിൽ ചെന്ന് കുറേ ക്രിമിനലുകളെ മുദ്രാവാക്യം മുഴക്കി ചുവന്ന ഹാരാർപ്പണം നടത്തി പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ലേ? അവർക്കൊക്കെ ഇപ്പോൾ സുഖമാണോ? അവരുടെ ബിസിനസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? ഇത് വല്ലതും ആലോചിക്കാറുണ്ടോ? ഞാൻ കോൺഗ്രസ് ആണ്, ഭരണപക്ഷമാണ്, നേതാവിൻ്റെ സ്വന്തക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും രക്ഷിക്കാൻ പാർട്ടി സംവിധാനം ചെല്ലില്ല. ചെന്നാൽ വിവരമറിയുമെന്ന് ആ പാർട്ടിക്കാർക്കറിയാം. ഇവിടെ നമ്മൾ കാണേണ്ടത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് നടന്നിട്ടും മുഖ്യമന്ത്രി എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് ഫേസ്ബുക്കിലൂടെ നാട്ടുകാരെ അറിയിച്ചിട്ടും ഏതെങ്കിലും ഒരു പരിരക്ഷ അയാൾക്ക് കിട്ടിയോ? പിണറായി വിജയൻ്റെ ഓഫീസിലിരുന്ന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ശിവശങ്കരനെ പറ്റി വിമർശനം ഉയർന്നപ്പോൾ പിണറായി പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുത് എന്നായിരുന്നു. വെറുതെ വീട്ടിലിരിക്കാതെ വീണ ജോർജ് സജീവമായി രംഗത്തിറങ്ങണം. ഈ സർക്കാരിൻ്റെ നെറികേടുകളെ എണ്ണി പറഞ്ഞ് അടുത്ത തവണയെങ്കിലും നമുക്ക് ആറന്മുള തിരിച്ചു പിടിക്കണം.